നമസ്കാരം, സന്തോഷാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫോക്കസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇത് ഇപ്പം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് എല്ലാവരും കേൾക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരാളുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി ഫോക്കസാണ്. അതായത് പണ്ടത്തെ കാലത്തേക്ക് നമുക്ക് കടക്കാം. പണ്ട് ഗുരുക്കന്മാരായിരുന്നല്ലോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ ഗുരു ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു 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 പർട്ടിക്കുലർ ശ്ലോകം ഒരു വട്ടമേ ചൊല്ലുകയുള്ളൂ. ആ ശ്ലോകം ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ശേഷം ആ കേട്ടിരിക്കുന്ന ശിഷ്യഗണങ്ങൾ അത് അപ്പം തന്നെ ഏറ്റു ചൊല്ലേണ്ടതായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എന്തുമാത്രം ഫോക്കസിലായിരിക്കണം ആ ഓരോ കുട്ടികൾ ഇരിക്കുന്നത്, അല്ലേ? അപ്പം എന്നാൽ മാത്രമേ ആ കേട്ട കാര്യങ്ങൾ അപ്പം തന്നെ ഹൃദയസ്ഥമാക്കി വീണ്ടും അത് പുറത്തേക്ക് പറയാനോ അല്ലെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാനോ കഴിയുകയുള്ളൂ. 2-3 ഫാക്ടേഴ്സാണ് ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ആളെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യം. അതായത് ഒന്ന്, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് പുതുകാലത്തേക്ക് കടന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മീറ്റിംഗ് നടത്തുന്നു. ഓക്കെ, മീറ്റിങ്ങിൽ നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന നമ്മുടെ മീറ്റിങ്ങിൽ നമ്മളിപ്പോൾ ഒരു 8 പേരാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ 8 പേരിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര പേര് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തു. ടീച്ചേഴ്സൊക്കെ അതല്ലേ ചെയ്യുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ശ്രദ്ധിച്ചിരിക്കാത്ത ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും, കാരണം അവർ പറയില്ല, അല്ലേ? അപ്പം ശ്രദ്ധ എന്നുള്ള കാര്യം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഇത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും, ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള എല്ലാ മേഖലകളിലുള്ള ആൾക്കാർക്കും ശ്രദ്ധ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മളൊരു മീറ്റിങ്ങിലോ കാര്യത്തിലോ ഇരിക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് നടു നിവർത്തി 90 ഡിഗ്രി നിവർന്ന് നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ നിവർന്നിരിക്കുമ്പോൾ ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ അലേർട്ട് മോഡിലായിരിക്കും. അലേർട്ട് മോഡ്, അതൊക്കെ ഹൈലി അലേർട്ട് മോഡിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്താ ശ്രദ്ധിക്കുക, നമ്മൾ നടു വളച്ചോ അല്ലെങ്കിൽ കൂനിക്കൂടി താടിക്ക് കൈ താങ്ങിയോ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊരു റെസ്റ്റ് മോഡിലേക്ക് പോവുകയും നമ്മുടെ ശ്രദ്ധ പകുതി അവിടെ തന്നെ പോകും. നമ്മുടെ ഡ്രീമിങ്ങിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ നമ്മുടെ ശ്രദ്ധ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നടു നിവർന്ന് ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, നമ്മളൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ആ മീറ്റിങ്ങിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് അതൊരു റേഡിയോ കേൾക്കുന്ന പോലെ ഇരിക്കാതിരിക്കുക. അതായത് ഒരാൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണെങ്കിൽ ഒന്നുകൂടെ അതിനകത്ത് ഡീപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മൾ കേൾക്കുന്ന വസ്തു കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സംഗതി. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കുകയുള്ളൂ. അല്ലാതെ മനഃപ്പാഠമാക്കാനല്ല ഞാൻ പറയുന്നത്. ആ കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അവിടെ ആർജിക്കേണ്ട കാര്യമുണ്ട്. അത് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. 2-ാമത്തെ കാര്യം, നോട്ട്സ് എഴുതുക. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ, അതായത് നിങ്ങൾ ഒരാളൊരു കാര്യം സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ അതിനകത്ത് നോട്ട്സ് ഒരു സൈഡിൽ കൂടെ എഴുതാൻ ശ്രമിക്കുക. പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ കൂടെ പിന്നെ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ തന്നെ ഈ എഴുതുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ പല കാര്യങ്ങളും പതിഞ്ഞു കഴിയും. ഓക്കെ, ഇനി അതല്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒന്നുകൂടെ നോക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ അത് നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഞാൻ ഏത് ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അവർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം വേറൊന്നുകൊണ്ടുമല്ല, അത് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞ എൻ്റയർ കോൺവെർസേഷൻസ് എൻ്റെ മൈൻഡിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എൻ്റെ ചോദ്യങ്ങളുണ്ട്, പുള്ളി പറഞ്ഞ റിപ്ലൈസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസാണ് പലപ്പോഴും എന്നെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പഠിത്തത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ജനറേഷന് വളരെ ആവശ്യമാണ്. കാരണം
പല ഇൻ്റർവ്യൂസിലും അടക്കം ഇൻ്റർവ്യൂവിൽ ഇരുന്ന് ഉറങ്ങുന്നവരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പകുതി കേട്ടിട്ട് ആൻസർ പറയുക, അല്ലെങ്കിൽ കാൽഭാഗം മാത്രം ശ്രദ്ധിച്ചിട്ട് അതിനകത്ത് ഫസ്റ്റ് പാർട്ടിൻ്റെ മാത്രം ആൻസർ പറയുക. ഇങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കൂടുതൽ മൊബൈൽ ഫോണും മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിക്കുന്നത് കാരണം ഇവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഈ 5 മിനിറ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.